നമസ്കാരം. BBC-യുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചും പട്ടിണി സമരവും നടത്തി. മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ പ്രവർത്തനോദ്ഘാടനവും താക്കോൽദാനവും 7-ന് സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KPMS തൊടുപുഴ യൂണിയന്റെ നേതൃത്വത്തിൽ അയ്യൻകാളി ജയന്തി അവിട്ടാഘോഷം സെപ്റ്റംബർ 6-ന് തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉടുമ്പന്നൂർ ഇടമറുകിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലം കളിക്കളത്തിനായി ഏറ്റെടുക്കുവാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ UDF മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പ്രതിഷേധ മാർച്ചും യോഗവും നടത്തി. KPCC മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സെയിന്റ് ജോർജ് പിരിച്ചൽ ലാൻഡ് കൾച്ചറൽ സെന്റർ യൂത്ത് നവോമി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിലങ്ക ഓണം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തംകുളം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചും പട്ടിണി സമരവും നടത്തി. പ്രതിഷേധ സമരം വീടിന് മുന്നിൽ പോലീസ് തടയുകയും തുടർന്ന് തട്ടിപ്പിനിരയവർ റോട്ടിൽ ഇലയിട്ട് കുത്തിയിരുന്ന പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. ആക്ഷൻ കൗൺസിൽ ചെയർപേഴ്സൺ ലിസി ബാബു, വൈസ് ചെയർമാൻ സുധീർ PA ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്തു. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ കോളപ്രയിലുള്ള വീട്ടിലേക്ക് തട്ടിപ്പിനിരയായ ആളുകൾ പ്രതിഷേധ മാർച്ചും പട്ടിണി സമരവും നടത്തി. പ്രതിഷേധ സമരം വീടിന് മുൻപിൽ പോലീസ് തടയുകയും തുടർന്ന് തട്ടിപ്പിനിരയായവർ റോഡിൽ ഇലയിട്ട് കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയും ചെയ്തു. സമാധാനപരമായി സമരം നടത്തിയ ഇരകൾക്ക് നേരെ തട്ടിപ്പിൽ പ്രതികളായിട്ടുള്ള അനന്തകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ കയ്യേറ്റം ചെയ്തു. പ്രതിഷേധ സമരത്തിൽ ആക്ഷൻ കൗൺസിൽ ചെയർപേഴ്സൺ ലിസി ബാബു, വൈസ് ചെയർമാൻ സുധീർ PA, രക്ഷാധികാരി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ട്രഷറർ നൂക് മുഹമ്മദ്, ബിന്ദുമോൾ KG, അമ്പിളി പ്രസിഡന്റ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. എന്നാൽ ഈ 6 മാസമായിട്ടും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പുരോഗതിയുമില്ലാത്ത അവസ്ഥയിലാണ് ഈ ഉത്രാവ നാളിൽ ഇവിടെ ഈ അനന്തകൃഷ്ണൻ വീട്ടിലേക്ക് പട്ടിണി സമരവുമായി എത്തുവാൻ വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ടവരായ സ്ത്രീകൾ, പാതിവില തട്ടിപ്പിനിരയായ സ്ത്രീകൾ കടന്നു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അന്വേഷണം തുടങ്ങി 6 മാസമായിട്ടും ഈ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലെത്തിയ 1000-ലധികം കോടി രൂപ എങ്ങോട്ട് പോയി എന്നോ, ഈ തുക ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് അനധികൃതമായി പോയിട്ടുള്ളതെന്നോ, അല്ലെങ്കിൽ അനന്തകൃഷ്ണൻ അനധികൃതമായി വാങ്ങിക്കൂട്ടിയിട്ട സ്വത്തുക്കളെ അന്വേഷിക്കാനോ ഒന്നും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും പോലീസും തയ്യാറാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പട്ടിണി സമരവുമായി അനന്തകൃഷ്ണന്റെ വീട്ടിലേക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഈ സമരം ജനകീയ സമരമാണ്. ഈ നാട്ടിലെ സഹോദരന്മാർ തുടങ്ങി വെച്ച സമരമാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപ നഷ്ടപ്പെട്ട സഹോദരന്മാരുടെ വേദനയാണ് ഇവിടെ കാണുന്നത്. അതിനെ പോലീസിനെ ഉദ്ദേശിച്ചുകൊണ്ടോ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടോ അടക്കി വെക്കാമെന്ന് ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഈ സമരം വരും ദിവസങ്ങളിൽ ആരംഭിക്കണമെന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ പ്രവർത്തനോദ്ഘാടനവും താക്കോൽദാനവും 7-ന് രാവിലെ 10 മണിക്ക് സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PJ ജോസഫ് MLA താക്കോൽദാനവും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പ്രവർത്തനോദ്ഘാടനവും നിർവഹിക്കും. രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നഗരസഭാ ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിക്കും. തൊടുപുഴ നഗരസഭയുടെ AM മുഹമ്മദ് കുഞ്ഞിലബ സ്മാരക മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിട നിർമ്മാണം പൂർത്തിയായി. കെട്ടിടത്തിലെ ലേലത്തിൽ പോയിട്ടുള്ള കടമുറികളുടെ പ്രവർത്തനോദ്ഘാടനവും താക്കോൽദാനവും 7-ന് രാവിലെ 10 മണിക്ക് നടത്തും. നഗരസഭാ ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ PJ ജോസഫ് MLA താക്കോൽദാനവും ഡീൻ കുര്യാക്കോസ് MP പ്രവർത്തനോദ്ഘാടനവും നിർവഹിക്കും. മുഖ്യാതിഥിയായി രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ പങ്കെടുക്കും. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, വിവിധ കക്ഷി നേതാക്കന്മാർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരിക്കും. നഗരസഭ
മങ്ങാട്ടുകോല ഷോപ്പിംഗ് കോംപ്ലക്സ് എം മുഹമ്മദ് കുഞ്ഞിലബ്ബ സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിലവിലെ മുറികൾ നമ്മൾ തുറന്നു കൊടുക്കാൻ പോവുകയാണ്. അത് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനായ MP ഡീൻ കുര്യാക്കോസ് അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തുന്നതാണ്. അന്ന് അവിടെ വെച്ച് തൊടുപുഴയുടെ MLA ശ്രീ PJ ജോസഫ് താക്കോൽദാനവും നിർവഹിക്കുന്നതാണ്. ഈ ചടങ്ങിൽ നമ്മുടെ രാജ്യസഭാ അംഗം ഹാരിസ് ബീരൻ പങ്കെടുക്കുന്നതാണ്. ഏതാണ്ട് ഒരു 6 വർഷക്കാലമായിട്ട് നമ്മളിത് പണി പൂർത്തീകരിച്ച് കിടക്കുകയാണ്. പക്ഷെ നമുക്കത് തുറന്നു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് സാങ്കേതികമായ ചില തടസ്സങ്ങളൊക്കെയാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അത് പരിഹരിച്ച് എല്ലാ മുറികൾക്കും നമ്പറിട്ട് അത് നമ്മൾ എടുത്തവർക്ക് അത് താക്കോലിൽ നിന്ന് കൊടുക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ K. ദീപക്, MA കരീം, സനു കൃഷ്ണൻ, PG രാജശേഖരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KPMS തൊടുപുഴ യൂണിയന്റെ നേതൃത്വത്തിൽ അയ്യൻകാളി ജയന്തി അവിട്ടാഘോഷം സെപ്റ്റംബർ 6-ന് തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഘോഷയാത്രയോടെ പരിപാടിക്ക് തുടക്കമാകും. തുടർന്ന് PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് ശാന്തമ്മ ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. KPMS തൊടുപുഴ യൂണിയന്റെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം സെപ്റ്റംബർ 6-ന് തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. പുഷ്പാർച്ചന, ഘോഷയാത്ര, അനുസ്മരണ സമ്മേളനം എന്നിവയാണ് പ്രധാന പരിപാടികളെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യൂണിയനിലെ ശാഖകളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര വൈകിട്ട് 3-ന് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കും. 6 മണിക്ക് അനുസ്മരണ സമ്മേളനം തൊടുപുഴ MLA ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് ശാന്തമ്മ ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സാംസ്കാരിക ഘോഷയാത്ര, അതിൽ നിരവധി പ്ലോട്ടുകളുണ്ട്, നിരവധി കലാരൂപങ്ങളുണ്ട്, വാദ്യമേളങ്ങളുണ്ട്. ആ ഘോഷയാത്ര പുറപ്പെട്ട് 6 മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമ്പോൾ സാംസ്കാരിക സമ്മേളനം നടക്കും. ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം തൊടുപുഴ MLA ശ്രീ PJ ജോസഫ് നിർവഹിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക്, മുനിസിപ്പൽ കൗൺസിലർ R. ഹരി, പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉപദേശക സമിതി പ്രസിഡന്റ് കാരിക്കോട് ക്ഷേത്രം KP ചന്ദ്രൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. KPMS സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സാബു കൃഷ്ണൻ സഭാ സന്ദേശം നടത്തും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് ശാന്തമ്മ ശിവൻകുട്ടി, സെക്രട്ടറി പ്രകാശ് തങ്കപ്പൻ, അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ KA പൊന്നപ്പൻ, PK ശശി എന്നിവർ പങ്കെടുത്തു. ദേശീയ ചീങ്കലിൽ ഓണം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങളും നടത്തി. സമാപന സമ്മേളനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബിബിൻ പീറ്റർ അധ്യക്ഷത വഹിച്ചു. ഓണം ഫെസ്റ്റിന്റെ ഭാഗമായി ചീങ്കലിലെ കലാകാരന്മാരും കലാകാരികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. നെയ്ശ്ശേരി ചീങ്കലിൽ ഓണം ഫെസ്റ്റ് 2025 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ച അതായത് ഞങ്ങളിപ്പം പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഒരുപാട് രാഷ്ട്രീയമൊന്നുമില്ലെങ്കിലും പൊതുപ്രവർത്തകർ എന്ന നിലയിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡൻ്റായിട്ട് ഇപ്പം ഞാൻ നിലകൊണ്ടു പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ എല്ലാവരും എല്ലാ മനുഷ്യരെയും ഒരേ രീതിയിൽ കണ്ട് കൊണ്ടുപോകാനും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഒരു കാര്യം കൂടെ പറയുകയാണ് ഞാൻ ഈ അവസരം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്കറിയാം നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ഇനി ഒരുപാട് രാവിലെ തൊട്ടുള്ള പ്രോഗ്രാമുകൾ കൂടെ നടക്കുകയുണ്ടായി. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കണം. സമ്മാനദാനങ്ങളൊക്കെ ഉണ്ട്, കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ടുള്ള കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. BBC ന്യൂസ് ചെയർമാൻ സാബു നെയ്ശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഉണ്ടായാൽ ഈ കുട്ടികളുടെ പ്രശ്നങ്ങളിലും ലഹരിയുടെ പ്രശ്നങ്ങളിലും ഒക്കെ ഒരു പരിഹാരം കാണാനാകും. പക്ഷേ ആളുകൾ ആരും ഒന്നിച്ചു കൂടുവാൻ
തയ്യാറാകുന്നില്ല. അതുതന്നെയാണ് നാട് നേരിടുന്ന ഒരു പ്രശ്നം. നാട്ടിലുള്ള ആളുകൾക്ക് ഒന്നിച്ചു കൂടുവാനും സന്തോഷം പങ്കുവയ്ക്കുവാനും ഇതുപോലുള്ള ആഘോഷങ്ങൾ ഉപകരിക്കും. ഈ കൂട്ടായ്മകൾ എപ്പോഴും നാടിന് നല്ലതാണ്. ആ കൂട്ടായ്മകൾ ഇല്ലാതെ പോയതാണ് ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം. പണ്ട് നെയ്ശ്ശേരി തന്നെയാണേലും പള്ളിത്താഴെയാണേലും ക്ലബ്ബുകളുണ്ട്, ഉണിച്ചിക്കവലയുണ്ട്, നെയ്ശ്ശേരി കവലയിലുണ്ട്, കോട്ടക്കവലയുണ്ട്. പക്ഷേ ഇന്ന് ഉണിച്ചിക്കവലയൊരു ക്ലബ്ബല്ലാണ്ട് ബാക്കി ക്ലബ്ബുകളൊക്കെ ഏതാണ്ട് നിന്നുപോയ അവസ്ഥയിലാണ്. അപ്പോൾ ഈ ക്ലബ്ബുകൾ വരുമ്പോൾ ഈ പറയുന്ന കുറേ നന്മകൾ അതിലുണ്ടാകും. ഇപ്പോൾ ഞാനന്ന് രഞ്ജിനി ക്ലബ്ബുമായിട്ട് നടക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ ആൾക്കാർ ചിരിക്കും. വിനോദയാത്രകളുണ്ടായിരുന്നു മലമ്പുഴയ്ക്ക്, തിരുവനന്തപുരം, കന്യാകുമാരി, വേളാങ്കണ്ണി. അപ്പോൾ അതിന് എല്ലാ വിഭാഗം ആളുകളും ആ യാത്രയിലുണ്ട്. അപ്പോൾ ആ യാത്രയോടുകൂടി ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടാകുന്നു. പിന്നെ അത് എല്ലാവരുടെയും പുരോഗതിക്കും കാരണമാകുമായിരുന്നു. എന്തായാലും ഈ ഒരു ആഘോഷത്തിലേക്ക് എന്നെ വിളിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിച്ചു. ചടങ്ങിൽ കരിമണ്ണൂർ പഞ്ചായത്ത് മെമ്പർമാരായ ജി സായത്തുപാടം, ഷേർലി സെബാസ്റ്റ്യൻ, തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷിൻഡോ ജോർജ്, MP പീറ്റർ, ഗീതാമോൾ CP, രാജേഷ് പോൾ, ജിസ്മോൻ അഖിൽ, ജെയ്മോൻ പൗലോസ്, മനു ബോമൻ, PP ജോസ്, വിപിൻ പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓണം ഫെസ്റ്റിനോടനുബന്ധിച്ച് കലാകായിക മത്സരങ്ങളും പാലാ ബ്രഹ്മയുടെ ടാലൻറ്റ് ഷോയും നടന്നു. ഫാമിലി സൂപ്പർ മാർക്കറ്റ് കരിമണ്ണൂർ. തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം. ന്യൂസ് ബ്യൂറോ, നെയ്ശ്ശേരി. തുടർച്ചയായി 14-ാം വർഷവും നിർധനർക്ക് ഓണക്കിറ്റ് എത്തിച്ചു നൽകി ഇടുക്കി രാജാക്കാട്ടിലെ യുവ പൊതുപ്രവർത്തകൻ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയ ജോഷി കന്യാകുഴിയാണ് ഉത്രാട ദിനത്തിൽ 43ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് എത്തിച്ച് നൽകിയത്. പൊതുപ്രവർത്തകനായ ജോഷി കന്യാകുഴി തുടർച്ചയായി 14-ാം വർഷവും നിർധനർക്കും രോഗികൾക്കും ഓണക്കിറ്റുമായി എത്തി. രാജാക്കാട്ടിലെ 43ഓളം കുടുംബങ്ങൾക്കാണ് ജോഷി മുടങ്ങാതെ ഓണത്തിന് കിറ്റുകൾ എത്തിച്ചു നൽകുന്നത്. 13 വർഷം മുമ്പാണ് ജോഷി മാതൃകാ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 13 വീടുകളിൽ നിന്നും ആരംഭിച്ചതാണ് ഈ മാതൃകാ സേവന പ്രവർത്തനം. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും നൽകുന്ന സാധനങ്ങൾ ഓണക്കിറ്റായി ഒരുക്കി ജോഷി വീടുകളിൽ എത്തിച്ചു നൽകും. 13 വർഷമായി ചെയ്തു വരുന്ന സേവനം 14-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ 43 വീടുകളിലേക്കാണ് കിറ്റുകൾ എത്തിച്ചു നൽകുന്നത്. നിർധന രോഗികൾക്കും കിടപ്പ് രോഗികൾക്കുമാണ് ജോഷിയുടെ ഈ ഓണസമ്മാനം. ഈ വർഷം മുതൽ കിറ്റിൽ ഓണക്കൊടിയും ഉൾപ്പെടുത്തിയതായി ജോഷി കന്യാകുഴി പറഞ്ഞു. രാജാക്കാട് പഞ്ചായത്തിലെ നിർധനരും കിടപ്പ് രോഗികളുമായ ആളുകൾക്ക് ഓണത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ ഓണക്കിറ്റ് കൊണ്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കാറുണ്ട്. 14 വർഷം മുമ്പ് 13 പേരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്ത ഓണക്കിറ്റ് ഇന്ന് ഞങ്ങൾ 43 വീടുകളിലാണ് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ഇത് ഞങ്ങൾ 14ാമത്തെ വർഷമാണ് ഈ ഓണക്കിറ്റ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. 14 വർഷമായതിൻ്റെ പേരിൽ ഈ വർഷം കിടപ്പ് രോഗികളുടെ വീടുകളിൽ കൂടി ഒരു ഓണ ഗിഫ്റ്റായിട്ട് ഒരു ഓണക്കോടിയും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഓണക്കിറ്റെല്ലാം നൽകുന്നത് ഇവിടുത്തെ വ്യാപാരികളും വിവിധ ആളുകളും തരുന്ന സംഭാവനകൾ സ്വീകരിച്ച് അതിൽ നിന്നുമാണ് ഈ നാട്ടിലെ ആളുകൾക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. തുടർന്നും ഞങ്ങളുടെ ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്താണേലും എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോവിഡ് കാലത്തും പ്രളയസമിതിയും ജോഷി ചെയ്ത സേവന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസയ്ക്ക് ഇടവരുത്തിയിരുന്നു. ഇനിയും നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ജോഷിയുടെ ആഗ്രഹം. ജോഷിക്കൊപ്പം പൊതുപ്രവർത്തകരായ ജോയി തമ്പുഴ, അർജുൻ ഷിബു എന്നിവരും പങ്കാളികളായി. ഉടുമ്പന്നൂർ ഇടമറുകിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലം കളിക്കളത്തിനായി ഏറ്റെടുക്കുവാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് UDF മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് സംഘടിപ്പിച്ച യോഗം KPCC മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പന്നൂർ ഇടമറുകിൽ പാറക്കെട്ടുകൾ നിറഞ്ഞതും ചെങ്കുത്തായതും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്തതുമായ സ്ഥലം കളിക്കളത്തിനായി ഏറ്റെടുക്കുവാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് UDF മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ഗ്രൗണ്ട് സ്ഥലമെടുപ്പിൽ ക്രമക്കേടും ലക്ഷങ്ങളുടെ അഴിമതിയും ആരോപിച്ച് UDF മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഉടുമ്പന്നൂർ ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. കളിസ്ഥല നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത കുന്നും പാറയും നിറഞ്ഞ സ്ഥലം വാങ്ങരുതെന്ന പൊതുജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ച് പഞ്ചായത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയും ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയും സ്ഥലക്കച്ചവടം നടത്തുവാൻ വെമ്പൽ കൊള്ളുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ ധിക്കാരപരമായ നടപടികൾക്കെതിരെ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ അനുയോജ്യമായ ഒരു കളിസ്ഥലം ഉണ്ടാകണം. ചെറുപ്പക്കാരുടെ ആഗ്രഹവും അതാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ വേറെ സ്ഥലങ്ങളൊക്കെ പലരും അമേപ്രയിൽ ഉൾപ്പെടെ ഒരു JCB കയറി ഒരു ദിവസം ഓടിയാൽ ഗ്രൗണ്ട് ആകുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാമെന്ന് എഴുതി നൽകിയിട്ട് പോലും ആലോചിക്കാൻ പോലും തയ്യാറല്ലാത്തൊരു ഭരണസമിതി. എനിക്കറിയില്ല എന്താണ് ഉദ്ദേശം. എന്തായാലും ഞാൻ ഒരു കാര്യം പറയുന്നു, സെക്രട്ടറി എത്ര കാലം ഇനി സർവീസിലുള്ളതാണെന്ന് എനിക്കറിയത്തില്ല, പിരിയാറായതാണോന്ന് എനിക്കറിയത്തില്ല. ഇവരൊക്കെ പറയുന്ന കേട്ട് നിങ്ങളുടെ സ്ഥലത്തിന് ആധാരം ചെയ്ത് അതിന് പണം കൊടുക്കാൻ തീരുമാനിച്ചാൽ ചെറിയ പ്രയാസമല്ല, വലിയ പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടി വരും. പറയുന്നത് ഞാനാണ്, ഉത്തരവാദിത്വബോധത്തോടെയാണ് പറയുന്നത്. 8-9 മാസക്കാലം കഴിയുമ്പോൾ ഈ നാട്ടിൽ വേറൊരു ഗവൺമെന്റ് ഉണ്ടാകും. അന്ന് പിണറായി വിജയൻ ഇവിടെ കാണത്തില്ല, അന്ന് കേരളത്തിന്റെ മറ്റു പല നേതാക്കന്മാരിവിടെ കാണത്തില്ല. ഇവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഒപ്പുവിട്ടിട്ട് പോയാൽ അനുഭവിക്കാൻ നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റും മറ്റാളുകളും പാർട്ടി നേതാക്കന്മാരുടെ വഴിക്ക് പോകും. ഭരണം മാറും. നിങ്ങൾ പിടിക്കപ്പെടുമെന്നല്ല, ഞങ്ങൾ വിടത്തില്ല. നിങ്ങൾ എവിടെ പോയിരുന്നാലും ഞങ്ങൾ വിടത്തില്ല. അന്നും ഈ നാട്ടില് വിജിലൻസ് ഒക്കെ ഉണ്ടാകും, എല്ലാ സംവിധാനവും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. സെക്രട്ടറി വളരെ ആലോചിച്ച് സൂക്ഷിച്ച് നിയമപരമായി ചെയ്യാവുന്നതാണോ എന്ന് പരിശോധിച്ച് മാത്രം ചെയ്യുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ പറയുന്നു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ TK നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ടോമി കൈതവേലിൽ, UDF മണ്ഡലം കൺവീനർ മനോജ് തങ്കപ്പൻ, സെക്രട്ടറി ബിജോ ജേക്കബ്, PN സീതി, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ ജോൺസൺ കുര്യൻ, അഖിലേഷ് ദാമോദരൻ, മാത്യു കെ ജോൺ, ജിജി സുരേന്ദ്രൻ, നൈസി ഡെന്നിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് നേതാക്കളായ സോമി അഗസ്റ്റിൻ, PT ജോസ്, CE അലിയാർ, സാം ജേക്കബ്, KA സിദ്ദിഖ്, KK നാസർ, KP ഷംസുദ്ദീൻ, ജോബ് തോമസ്, ബേബി വെട്ടുകല്ലേൽ, ആസാദ് സിദ്ദിഖ്, പ്രിൻസ് ജോർജ്, അജോ കുഴിപ്പള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കാർ വാങ്ങിയത് അയൽവാസിക്ക് ഇഷ്ടപ്പെട്ടില്ല. 28 വർഷമായി ഉപയോഗിച്ചു വന്നിരുന്ന വഴി കമ്പി വേലി കൊണ്ട് അടച്ചു. വീട്ടിലേക്കുള്ള വാട്ടർ കണക്ഷനും ഹോസുകളും വെട്ടി നശിപ്പിച്ചു. കോടിക്കുളം പഞ്ചായത്ത് 5-ാം വാർഡ് മണലൂർ ഷാൻലിക്കും കുടുംബത്തിനുമാണ് കാർ വാങ്ങിയതുകൊണ്ട് കുടിവെള്ളം മുട്ടിയിരിക്കുന്നത്. നിലവിൽ കാളിയാർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ആ കുടുംബം. 28 വർഷമായിട്ട് ഞങ്ങൾ ഈ വഴിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് ഓസ് ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ഓസ് അവൻ്റെ ഈ സന്തോഷം എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്ഥലത്താണ് കിടക്കുന്നതെന്നും പറഞ്ഞ് ഇന്നലെ രാത്രിയിൽ വെട്ടിക്കണ്ടിച്ചിട്ടിട്ട് പോയി. ഞങ്ങൾ മോട്ടർ ഇട്ടപ്പം വെള്ളം വരാതെ ഇരുന്നപ്പം വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ കണ്ടിച്ചിട്ടിരിക്കുന്നത് കണ്ടത്. ഞങ്ങൾ ചോദിക്കാൻ പോയില്ല.
28 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന വഴി. അതിന് മുന്നേ ഈ വഴി ഉണ്ടെന്നാണ് പഞ്ചായത്തിൽ നിന്നുള്ളവരൊക്കെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 40-45 വർഷമായിട്ട് ഉള്ള വഴിയാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കാറ് മേടിച്ചപ്പോൾ നമുക്ക് വഴി ഇങ്ങോട്ട് കയറി വരാൻ അവിടെ തിരികെയല്ലാത്തതുകൊണ്ട് ആ ചേച്ചിയുടെ വീട്ടിൽ കാറിട്ടപ്പോൾ ഈ സന്തോഷം എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മയാണ് ഞങ്ങളോട് പറഞ്ഞ് അവിടെ കാർ നിങ്ങൾ മുറ്റത്ത് കൊണ്ടിട് എന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലം അത് തിരിച്ചുമ്പോൾ ഇങ്ങനെ വളഞ്ഞു കയറാൻ മാത്രം സ്ഥലം തന്നു. 8 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഈ വഴിയുടെ നടുവിലൂടെ തൊണ്ട് മാത്രമേ ഉള്ളൂ, നിങ്ങളിതിൽ നടക്കാൻ മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് കമ്പിവേലി ഇട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോലീസിൽ അറിയിച്ച് പോലീസ് വന്ന് അത് മാറ്റി തന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കാര്യമാണ് ഇന്നലെ ചെയ്തത്. പോലീസ് വന്നപ്പോൾ പോലീസ് പറഞ്ഞ് തുറന്ന് ഇത്ര വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വഴിയിലാണ് ചേട്ടാ ഇങ്ങനെ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഇതിവിടെ ചെയ്യാൻ ഒക്കില്ല, പണി ഇവിടെ നിർത്തി വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അന്ന് പോയത്. ഈ ഓസ് കണ്ടിച്ചത് ഇന്നലെ വൈകിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കേസ് കൊണ്ട് കൊടുത്തു. അപ്പം അവർക്ക് ഓസ് ഇടുന്നതിന് കുഴപ്പമില്ല, ഈ വഴി അയാളുടെ ആയതുകൊണ്ടാണ് കണ്ടിച്ച് കളഞ്ഞതെന്നാണ് അവർ പറഞ്ഞത്. മികച്ച കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കിക്കൊണ്ട് മൈൻഡ് ഫെല്ലോ കൗൺസിലിംഗ് ലോഞ്ച് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണക്കാട് റോഡിൽ സഹകരണ ആശുപത്രിക്ക് സമീപമാണ് മൈൻഡ് വെല്ലോ കൗൺസിലിംഗ് ലോഞ്ച് ആരംഭിച്ചിരിക്കുന്നത്. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA വെബ്സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. തൊടുപുഴ നഗരസഭ ചെയർമാൻ K. ദീപക് VIP ലോഞ്ചിന്റെ ഉദ്ഘാടനം നടത്തി. മനുഷ്യന് മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിന്റെ സന്തോഷം വീണ്ടെടുക്കാനും മാനസിക അസ്വാസ്ഥ്യങ്ങളെ മറികടക്കുവാനും ആഹ്ലാദകരമായ ജീവിതം നയിക്കുന്നതിനുമായി മികച്ച കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കിക്കൊണ്ട് മൈൻഡ് വെല്ലോ കൗൺസിലിംഗ് ലോഞ്ച് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണക്കാട് റോഡിൽ സഹകരണ ആശുപത്രിക്ക് സമീപമാണ് മൈൻഡ് വെല്ലോ കൗൺസിലിംഗ് ലോഞ്ച് ആരംഭിച്ചിരിക്കുന്നത്. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA വെബ്സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. അറിയില്ല, ഒരു മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് ഫിസിക്കൽ ഹെൽത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണോ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയാൻ എനിക്കറിയില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ പല സമയത്തും നമ്മുടെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ പല ആളുകൾ നമ്മളെ കാണാൻ വരുമ്പോൾ ഈവൻ കുട്ടികളോടാണെങ്കിലും വൈ ഡോണ്ട് യു ടേക്ക് എ സപ്പോർട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെ അപ്പം തന്നെ ഒരു ഭയങ്കര ഇൻഹിബിഷനാണ്. അയ്യോ ഞാൻ അങ്ങനെ പോകാൻ മാത്രമായോ എന്ന് ചോദിക്കും. ഞാൻ ഓണസ്റ്റായി പറഞ്ഞാൽ ഈ ടൈം പെർമിറ്റ്സ് എനിക്ക് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ ഒക്കേഷണലി ഞാൻ കൺസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് സൈക്കോളജിസ്റ്റിനെ, സൈക്കാട്രിസ്റ്റിനെ. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് VIP ലോഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരസഭാ കൗൺസിലർ നീനു പ്രശാന്ത് ആശംസ നേർന്നു. ഡോക്ടർ അഞ്ജു വിജയനും ആൽഫിന ആൽഫ്രഡുമാണ് കൗൺസിലിംഗിന് നേതൃത്വം നൽകുന്നത്. മാനസിക പിന്തുണ ആവശ്യമുള്ള ഏതൊരാൾക്കും ഏറ്റവും മികച്ച രീതിയിൽ നൽകുവാനാണ് മൈൻഡ് വെല്ലോ ആരംഭിച്ചിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. നമുക്ക് മനസ്സിനൊരു പ്രശ്നം, ഒരു ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ വന്നിട്ട് നമുക്ക് സൈക്യാട്രിസ്റ്റ് ഒരു മെഡിസിൻ തന്നാൽ അപ്പം തന്നെ നമ്മൾ ഗൂഗിൾ എടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു അതിൻ്റെ സൈഡ് എഫക്ട്സ്, മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് സെർച്ച് ചെയ്തിട്ട് പിന്നെ നമ്മളത് വേണ്ടാന്ന് വെക്കും. കാരണം നമ്മൾ ബ്രെയിൻ ഒരു ഇന്റേണൽ ഓർഗൻ ആയിട്ട് ഇതുവരെ നമ്മൾ പരിഗണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതും കൂടെ ഒന്ന് പരിഗണിക്കേണ്ടതാണ്. കാരണം മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിന് ആരോഗ്യം കാണുള്ളൂ. നമ്മുടെ ശരീരം എങ്ങനെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് മനസ്സാണ്. അപ്പോൾ മനസ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ശരീരം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും നിൽക്കുള്ളൂ. അതുകൊണ്ട് ആ മനസ്സിൻ്റെ ആരോഗ്യത്തിനുള്ള സപ്പോർട്ടിനാണ് ഞങ്ങളിവിടെ മൈൻഡ് വെല്ലോ തുടങ്ങുന്നത്. പിന്നെ എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവരോടും എല്ലാം പറയാൻ പറ്റില്ല. ചില സുഹൃത്തുക്കളോട് നമുക്ക് പറയാം, അവരോടും എല്ലാം പറയാം. പക്ഷേ ഞങ്ങളോടെല്ലാം പറയാൻ പറ്റും. കാരണം ഞങ്ങളുടെ പ്രൊഫഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റിയാണ്. അപ്പോൾ ഞങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളിൽ തന്നെ നിൽക്കും. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കുമ്പസാര രഹസ്യം പോലെ ഞങ്ങളത് സൂക്ഷിക്കും. അപ്പോൾ എല്ലാവരുടെയും സന്തോഷം ആണ് മൈൻഡ് വെല്ലോയുടെ ലക്ഷ്യം. എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇടവേള. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. Sarees for Sundays. House of Sarees by Maharani Wedding Collections, Todupuzha. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽസ് ഷോറൂമിലേക്ക് സ്വാഗതം. ലെൻസസ് ആൻഡ് ഫ്രെയിംസ്. ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിസ്മയ കാഴ്ച നിങ്ങൾക്കായി. അത്യാധുനിക കണ്ണടകൾ, സൺഗ്ലാസുകൾ, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ വിശാലമായ ശേഖരം. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന. കണ്ണടകളുടെ എല്ലാവിധ സർവീസുകളും സൗജന്യമായി ലഭ്യമാണ്. കാഴ്ചയ്ക്കൊരു പുതിയ ലുക്ക്, അതും നല്ല സ്റ്റൈൽ ആൻഡ് ലുക്ക്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ലെൻസസ് ആൻഡ് ഫ്രെയിംസ്, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ, തൊടുപുഴ. ഈ ഓണം ഗംഭീരമാക്കാൻ ട്രാവൽ സേവക നൽകുന്ന ഗംഭീര ഓഫർ. പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഓണസമ്മാനം ഉറപ്പ്. കൂടാതെ വേറെയും ഓഫേഴ്സ് വരുന്നുണ്ട്. കസിനോയ്ക്ക് 7400 രൂപ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ 5 വർഷത്തെ ഇൻഷുറൻസ് ഫ്രീ. ഡൗൺ പേയ്മെന്റ് ജസ്റ്റ് 1999. റേസഡാറിന് 10 വർഷത്തെ വാറന്റിയും കൂടി ചേർത്ത് 10,010 രൂപയുടെ ഓഫർ. FC സീരീസിന് 5000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്. R15നും MTക്കും സ്പെഷ്യൽ ഗിഫ്റ്റും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്. പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഓണസമ്മാനമുണ്ട്. ഈ ഓണം ഗംഭീരമാക്കാൻ ട്രാവൽ സേവകൾക്കൊപ്പം. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. തൊടുപുഴ മഹോത്സവം ഫർണിച്ചർ ഫെസ്റ്റ് 2025 ഓണം മെഗാ ഓഫർ. 10% മുതൽ 50% വരെ ഡിസ്കൗണ്ട്. ബെഡ്റൂം സെറ്റ് 19,900 രൂപ മുതൽ. കോർണർ സെറ്റ് 13,900 രൂപ മുതൽ. 6x4 കട്ടിൽ 6,900 രൂപ മുതൽ. കട്ടിൽ ബെഡ് പില്ലോ 7,900 രൂപ മുതൽ. 60,000 രൂപയുടെ പർച്ചേസിന് വെറുതെ വൺകുട്ടി ഫ്രീ. ഡൈനിങ് ടേബിൾ ചെയർ 19,900 രൂപ മുതൽ. വുഡ് സെറ്റ് 14,900 രൂപ മുതൽ. ഡബിൾ ഡോർ അലമാരകൾ 5,900 രൂപ മുതൽ. 9,900 രൂപ മുതൽ. ദിവാൻ കോട്ട് 4,900 രൂപ. 6x4 ബെഡ് 2,900 രൂപ. ടീപ്പോയകൾ 2,300 രൂപ മുതൽ. ബജാജ് ഫിൻസർ 0% ഇൻട്രസ്റ്റ്. ഫർണിച്ചർ ഫെസ്റ്റ് 2025 ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. ബ്രാഞ്ചുകൾ പുഴക്കരം മൈതാനം, പാല, കട്ടച്ചിറ, കിടങ്ങൂർ. 27.97 km/ലിറ്റർ എന്ന അതിശയകരമായ മൈലേജോടെ പുതിയ ഫീച്ചറുകളുമായി പരിചയപ്പെടും. 2025 കംപ്ലീറ്റ് ലീഗിൽ പുതിയ ടൊയോട്ട ഹൈ റൈഡർ ഇപ്പോൾ ബുക്ക് ചെയ്യൂ. നിബന്ധനകൾ ബാധകം. Sarees for work. House of Sarees by Maharani Wedding Collections, Todupuzha. 3 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി കാർഷിക രംഗത്തെ നിറസാന്നിധ്യം. പുളിക്കൽ കാർഷിക നഴ്സറി, അറക്കുളം.
NHM അംഗീകാരമുള്ള കേരളത്തിലെ 4 നഴ്സറികളിൽ ഒന്ന്. കാർഷിക വൃത്തിയിൽ 32 വർഷം പിന്നിടുന്ന അറക്കുളം 12-ാം മൈലിലെ പുളിക്കൽ ജോൺസൺ മൈക്കിളിന് സർക്കാരിൽ നിന്നും ലഭിച്ചത് അംഗീകാരങ്ങളുടെ നീണ്ട പട്ടിക. നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ കർഷകന് നൽകുന്ന 3 സ്റ്റാർ അംഗീകാരമാണ് അടുത്ത നാളിൽ ഈ കർഷകനെ തേടിയെത്തിയത്. ഇതിനു മുൻപ് സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, റബ്ബർ ബോർഡ്, നാളികേര വികസന ബോർഡ് എന്നിവയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സർക്കാർ അംഗീകാരമുള്ള റബ്ബർ, തെങ്ങ്, കമുക്, കൊടി, റംബുട്ടാൻ, കൊക്കോ, ജാതി, അവക്കഡോ ഉൾപ്പെടെ വിവിധ ഇനം പഴവർഗ്ഗ തൈകളും ഈ നഴ്സറിയിൽ ഉണ്ട്. പുളിക്കൽ കാർഷിക നഴ്സറി, അറക്കുളം. ഫോൺ 9447612896. മറ്റൊരു നമ്പർ 9496689612. ഇനി വേനൽക്കാലം കൂടുതൽ ആവേശകരമാക്കി മാറ്റൂ. ശക്തമായ ടർബോ SUV ആയ ടൊയോട്ട ടൈസർ അല്ലെങ്കിൽ പ്രീമിയം ഹാച്ച്ബാക്ക് ടൊയോട്ട ഗ്ലാൻസ ആകർഷകമായ 91,000 വരെ ഓഫറുകളോടെ. ഇപ്പോൾ ബുക്ക് ചെയ്യൂ, നിബന്ധനകൾ ബാധകം. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ഈ ഓണത്തിന് നേടൂ യമഹയുടെ അടിപൊളി ഓഫേഴ്സ്. ഈ ഓണം മിന്നിച്ചോണം. ഇന്നലെ ഒരു ദുസ്വപ്നം ഇവിടെ ഞെട്ടിപ്പോടാ. എന്താ ദുസ്വപ്നം? രണ്ടൊരു പണിക്കോണം. ഇല്ലേ ഞാൻ എന്റെ സ്വപ്നത്തിൽ പിന്നെ ഞാൻ ഇല്ലാടാ. നേരെ ഒരു സ്വപ്നത്തിൽ ഞാൻ ഓഗസ്റ്റ് 21 തന്നെ പരിപാടി അറിയാവോ? ആ ജോർജുടെയും ഫാമിലിയും പടപ്പള്ളി ചാനൽ പോയല്ലേ? എടാ ഓഗസ്റ്റ് 2, ഇത് ഓഗസ്റ്റ് 21. ഓഗസ്റ്റ് 20 തന്നെയാണ് പ്രത്യേകത. ഈ ഓഗസ്റ്റ് 21 നമ്മുടെ തൊടുപുഴ പിട്ടാപ്പിളിയുടെ 3rd ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. ആ നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് നിരവധി ഓഫറുകളും അതുപോലെ കിടിലൻ ഗിഫ്റ്റ് ഐറ്റംസുമാണ് പിട്ടാപ്പിളിയിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബ്രാൻഡഡ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾക്ക് വെറും 6,990 രൂപ മാത്രം. അതോ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് നോക്കുന്നത്, വെറും 11,990 രൂപ. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊക്കെ വെറും 17,990 മാത്രം. സിംഗിൾ ഡോർ ഫ്രിഡ്ജൊക്കെ വെറും 10,990 രൂപ മാത്രം. ഡബിൾ ഡോർ ഫ്രിഡ്ജുകളൊക്കെ ആണെങ്കിലോ വെറും 17,990 രൂപ മാത്രം. ഇഞ്ച് LED വെറും 6,990 രൂപ. AC നോക്കിയാലോ വെറും 24,990 രൂപ മാത്രം. മിനി ആൻഡ് ഹോപ്പ് കോംബോ ഓഫറിലും നിങ്ങൾക്ക് ലഭ്യമാണ്. ഹോം അപ്ലയൻസസ് മാത്രമല്ല, നമ്മുടെ പിട്ടാപ്പിള്ളിയിലെ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ ഫോൺസിനൊക്കെ ഓൺലൈൻ പ്രൈസിനെക്കാട്ടും താഴെ. ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ് പർച്ചേസിനൊക്കെ 5,000 to 25,000 വരെ ക്യാഷ് ബാക്ക്. ആൻഡ് 7,000 രൂപ മുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഫിനാൻസ് സൗകര്യം നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ ലഭ്യമാണ്. ഡിസ്കൗണ്ട് കൂപ്പൺസും അതുപോലെ കൈ നിറയെ സമ്മാനങ്ങളുമാണ് പിട്ടാപ്പിള്ളി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ ഓഫറുകളൊന്നും ആരും മിസ് ചെയ്യേണ്ട, പെട്ടെന്ന് പോലെ നമ്മുടെ തൊടുപുഴ പിട്ടാപ്പിള്ളിയിലേക്ക്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ആരും മറക്കണ്ട, മങ്ങാട്ടുകവല KKR ജംഗ്ഷൻ, തൊടുപുഴ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഉടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു.
സെയിന്റ് ജോർജ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സെന്റ് യൂത്ത് നവോമി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിലങ്ക ഓണം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. രൂപത ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ആന്റണി പുത്തംകുളം ഉദ്ഘാടനം ചെയ്തു. ചിലങ്ക ഡാൻസ് അക്കാദമി അഡ്മിനിസ്ട്രേറ്റർ ഹെലൻ തോമസ് ഓണ സന്ദേശം നൽകി. റവറൻഡ് ഫാദർ ജോസ് കിഴക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെന്റ് ജോർജ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സെന്റർ യൂത്ത് നവോമി ഫോറത്തിന്റെ സഹകരണത്തോടെ ചിലങ്ക ഓണം ഫെസ്റ്റ് മുതലക്കോടം പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. രൂപത ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ ഇങ്ങനെ വിസ്മൃതിയിലാർന്ന ചില ജന്മങ്ങളെ ചില കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പൊക്കിക്കൊണ്ടുവരാറുണ്ട്. അതെന്തിനാണെന്ന് അറിയാവോ? അവരുടെ ജീവിതത്തിന്റെ തേജസ്സാർന്ന ഓർമ്മകളും ചില ജീവിതത്തിന്റെ നന്മകളാർന്ന അനുഭവങ്ങളെയും ഈ കാലഘട്ടത്തിലും പുനരവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യനെപ്പോഴും വേണ്ടത് മാനസിക ഉല്ലാസവും ആനന്ദവുമാണ്. അതല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളല്ല, അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിതങ്ങളുമല്ല. അപ്പൊ സങ്കടപ്പെടുത്തുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിലും കൊലപാതകത്തിന്റെയും കൊള്ളിവെപ്പിന്റെയും ജീവിതത്തിന്റെ അസ്വാരസ്യങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റും നിറഞ്ഞു കവിയുന്നതിലും അതിനെല്ലാം അതിജീവിക്കുന്നത് പരസ്പരമുള്ള ഈ കൂട്ടായ്മകളും ഈ കൂട്ടായ്മ കൂടിയ വരവുമാണ്. അതിന് ഈ ഓണം ഒരു കളമൊരുക്കുകയാണ്. ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം എന്നുള്ളത് നമുക്കറിയാം. ഓണത്തിന് എവിടെയും കാണാവുന്നതാണ് ഈ പൂക്കളങ്ങൾ. ഈ പൂക്കളങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും വ്യത്യസ്തതയാർന്ന വർണ്ണങ്ങളില്, വ്യത്യസ്ത ഷേപ്പുകളില്. അത് പൂക്കൾ മാത്രമല്ല, അവിടെ ഇലകളുമുണ്ട്, കായ്കനികളും എല്ലാം ഉണ്ട്. ഈ അർത്ഥം നമുക്ക് മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും വ്യത്യസ്തതയാർന്ന നിറഭേദമാർന്ന ഒരു അനുഭവങ്ങൾ കൂട്ടായ്മയിൽ ഒരുമിക്കുമ്പോഴാണ് അവിടെ വലിയ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അനുഭവം എന്നുള്ളതാണ്. സെന്റ് ജിയസ് ചിലങ്ക ഡാൻസ് അക്കാദമി അഡ്മിനിസ്ട്രേറ്ററും യൂത്ത് നവോമി ഫൊറോന പ്രസിഡന്റുമായ ഹെലൻ തോമസ് ഓണ സന്ദേശം നൽകി. റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ അധ്യക്ഷ പ്രസംഗം നടത്തി. വിജിൽ എസ് സ്വാഗതം ആശംസിച്ചു. മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ രൂപത ഡയറക്ടർ റവറൻഡ് ഫാദർ ജോസ് കിഴക്കേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അബ്ദുൾ അൻസാരി, ലിസി സെബാസ്റ്റ്യൻ, മിനി അനിൽ, വാർഡ് കൗൺസിലർ ഷഹന ജാഫർ, AKCC പ്രസിഡന്റ് പ്രൊഫസർ ജോജോ പാറത്തലയ്ക്കൽ, ജാഗ്രതാ സമിതി ഡയറക്ടർ ഡോക്ടർ ജോസഫ് ചാക്കോ, സിസ്റ്റർ ഡീന SH എന്നിവർ ആശംസകൾ നേർന്നു. നിരവധി വ്യക്തികൾ ചിലങ്ക ഓണം ഫെസ്റ്റിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. കൂടാതെ അമേരിക്കയിലെ നവകേരള മലയാളി അസോസിയേഷനുമായി സഹകരിച്ച് നിർധനരായ ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണവും നടത്തി. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി റവറൻഡ് ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണം നിർവഹിച്ചു. കരിമണ്ണൂർ PHCയിലെ പാലിയേറ്റീവ് ചുമതലയുള്ള സ്റ്റാഫ് നഴ്സ് സുലേഖ കുഞ്ഞൻ നിർധന ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായം ഏറ്റുവാങ്ങി. സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ലൂയിസ് ജെ പാറത്താഴം അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. കൂടാതെ അമേരിക്കയിലെ നവകേരള മലയാളി അസോസിയേഷനുമായി സഹകരിച്ച് നിർധനരായ ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണം നടത്തി. കരിമണ്ണൂർ ഹൈസ്കൂൾ കവലയിലുള്ള SC ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി റവറൻഡ് ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ അമേരിക്കയിലെ നവകേരള മലയാളി അസോസിയേഷൻ സ്പോൺസർ ചെയ്ത ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണം നിർവഹിച്ചു. മാനസികാരോഗ്യമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കുറവുള്ള കാര്യം മാനസികാരോഗ്യത്തിന് സമ്പത്തൊക്കെ ഉണ്ടാകാം, പക്ഷെ അതുണ്ടെങ്കിൽ പോലും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിലോ മാനസികാരോഗ്യത്തിന് ഇമോഷണൽ കോഷ്യന്റ് എന്നൊക്കെ പറയും, ഇമോഷണൽ മെച്യൂരിറ്റി എന്നൊക്കെ പറയും. ആ രീതിയിൽ കുട്ടികൾ മാത്രമല്ല പ്രായമായവർക്ക് പോലും ഈ പറയുന്ന വൈകാരിക പക്വതയുടെ കാര്യത്തിൽ ഒത്തിരി പിന്നിലാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഈ ഓണമൊക്കെ ആഘോഷിക്കുമ്പോൾ ഭൗതികമായ ഒരു സമൃദ്ധി എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ശരിയായ രീതിയിലുള്ള സന്തോഷത്തോടു കൂടി ജീവിക്കാൻ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ. പണ്ടത് നമുക്കറിയാമല്ലോ, ഈ നാട്ടിൽ നമ്മളെല്ലാവരുടെ പാട്ടിൽ പാടിയതുപോലെ എല്ലാവരും വളരെ സന്തോഷത്തോടെ എല്ലാ മതസ്ഥരും കഴിഞ്ഞുകൊണ്ടിരുന്ന കാലമാണ്. ഇപ്പോൾ മോസ്കിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നു, പള്ളിയിൽ നിന്ന് പാട്ട്, ആർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം അതെല്ലാം ഒത്തിരിയേറെ സങ്കുചിത ചിന്താഗതികൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഒരു അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് കഴിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇടയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണത്തിൻ്റെ ആഘോഷമൊക്കെ അങ്ങനെയൊരു സാഹോദര്യം വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. അതുകൊണ്ട് എല്ലാ രീതിയിലും സന്തോഷത്തോടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ നമുക്ക് ഇടയാകണം.
അതുകൊണ്ട് ഈ ഓണത്തിന് ആഘോഷം അതിനിടയാകട്ടെ. ഇവിടെ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മ എനിക്ക് തോന്നുന്നു നിങ്ങൾ മാസത്തിൽ ഒന്നൊക്കെ ഇതുപോലെ ഒരുമിച്ച് കൂടും. നമ്മുടെ മാനസിക ആരോഗ്യം ഒത്തിരി വളർത്തുന്നതാണ്. അങ്ങോട്ടും ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ. തുടർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. കരിമണ്ണൂർ PHCയിലെ പാലിയേറ്റീവ് ചുമതലയുള്ള സ്റ്റാഫ് നഴ്സ് സുലേഖ കുഞ്ഞൻ നിർധന ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായം ഏറ്റുവാങ്ങി. സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ലൂയിസ് ജെ പാറത്താഴം അധ്യക്ഷത വഹിച്ചു. വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തി. തിരുമുറ്റത്തായിരം പൂക്കളങ്ങൾ തിരുമേനിയെഴുന്നള്ളുമി സുപ്രഭാതത്തിൽ തിരുമുറ്റത്തായിരം പൂക്കളങ്ങൾ വാനവർണ്ണനീകൾ മലയാള മംഗങ്ങൾ വളയിട്ട കൈകളാലൊരുക്കുമ്പോൾ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഹരം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. KS ജോസ് കണ്ണംകുളം, ആന്റണി നെല്ലാനിക്കാറ്റ്, T ജോർജ്, AU സണ്ണി, റിട്ടയർഡ് സംഗീത അധ്യാപിക ജെസ്സി ദേവസ്യ, റിട്ടയർഡ് അധ്യാപികമാരായ ഹാജിറ അലിയാർ, ഫിലോമിന കുഞ്ചറിയ, എലിസബത്ത് ജോർജ്, SCA വൈസ് പ്രസിഡന്റ് ജോയി പറയനിലം, SCA സെക്രട്ടറി NK ആന്റണി, ട്രഷറർ ഗ്രേസൺ ജോസഫ്, റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ജോഷി മാത്യു എന്നിവർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. ആഘോഷ കമ്മിറ്റി കോർഡിനേറ്റർ KJ ജോസഫ് കണ്ടത്തിൽ സ്വാഗതവും KV ദേവസ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. മൂലമറ്റം ബിഷപ്പ് വയൽ മെഡിക്കൽ സെന്റർ വയലാരവം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. റവറന്റ് ഡോക്ടർ തോമസ് ഓണ സന്ദേശം നൽകി. തുടർന്ന് മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ഓണപ്പൂക്കളം ഒരുക്കുകയും ഘോഷയാത്ര നടത്തുകയും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ആനിസ് കൂട്ടിയാനി മത്സര വിജയികൾ സമ്മാനം വിതരണം ചെയ്തു. മൂലമറ്റം ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്ററിൽ വയലാരവം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ഓണപ്പൂക്കളം ഒരുക്കുകയും ഓണപ്പാട്ട്, മാവേലി, മലയാളി മങ്ക, മലയാളി ശ്രീമാൻ തുടങ്ങിയ വിവിധങ്ങളായ കലാ കായിക മത്സരങ്ങൾ, ഘോഷയാത്ര എന്നിവയോടെയും 3 ദിവസങ്ങളിലായാണ് ഓണാഘോഷം നടത്തിയത്. 20ഓളം സ്റ്റാഫ് അംഗങ്ങൾ ചേർന്ന് നടത്തിയ മെഗാ തിരുവാതിരയും ഉണ്ടായിരുന്നു. റവറന്റ് ഡോക്ടർ തോമസ് ഓണ സന്ദേശം നൽകി. ഇവിടെ ഒരു എറിഞ്ഞു കളയൽ നടക്കുന്നുണ്ട്. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ എന്ന നമ്മളിലെ മൃഗീയ വാസനകളെ ഒന്ന് പുറത്തേക്ക് എറിഞ്ഞു കളയാനുള്ള അവസരം കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. അത് തിരുവാതിരയായിട്ടും മഹാബലിയായിട്ടും മങ്കയായിട്ടും മണവാളനായിട്ടും മാലാഹയായിട്ടും ഒക്കെ നമ്മൾ വ്യത്യസ്ത രൂപത്തിൽ കാണിക്കുന്നു. വടംവലിയിൽ നടന്നു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. വടം വലിച്ചിട്ടില്ല, വലിക്കാനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ മംഗമാരെല്ലാം വലിക്കുമായിരുന്നു. അതിനുള്ള ശേഷിയോടുകൂടിയാണ് നിൽക്കുന്നത്. വടം വലി നടന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പുലിയെ ഇറക്കാൻ പോലും സാധിച്ചില്ല, പുലികളി നടന്നില്ല. ഓണത്തോടനുബന്ധിച്ച് കടുവാകളിയുണ്ട്, ആ കടുവാകളിയും നടന്നിട്ടില്ല. ഇനിയും ഒത്തിരി കളികൾ നമ്മുടെ കയ്യിലുണ്ട്. ആ കളികളൊക്കെ എടുത്ത് അടുത്ത വർഷത്തേക്ക് ഈ കളികളെ സമ്പൂർണ്ണമാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് മൃഗവാസനകളെ നമ്മളിൽ നിന്ന് വലിച്ച് എറിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ആനീസ് കൂട്ടിയാനി മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് ഓണസദ്യയും വിളമ്പി. ന്യൂസ് ബ്യൂറോ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പതിവിലെ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചും പട്ടിണി സമരവും നടത്തി. മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ പ്രവർത്തനോദ്ഘാടനവും താക്കോൽദാനവും 7-ന് സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KPMS തൊടുപുഴ യൂണിയന്റെ നേതൃത്വത്തിൽ അയ്യൻകാളി ജയന്തി അവിട്ടാഘോഷം സെപ്റ്റംബർ 6-ന് തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഉടുമ്പന്നൂർ ഇടമറുകിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലം കളിക്കളത്തിനായി ഏറ്റെടുക്കുവാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ UDF മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പ്രതിഷേധ മാർച്ചും യോഗവും നടത്തി. KPCC മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സെയിന്റ് ജോർജ് പിരിച്ചൽ ലാൻഡ് കൾച്ചറൽ സെന്റർ യൂത്ത് നവോമി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിലങ്ക ഓണം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തംകുളം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.